തിരുവനന്തപുരത്ത് ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതിൽ പരാതിയുമായി കുടുംബം SK ആശുപത്രിക്കെതിരെയാണ് പരാതി നൽകിയത്. ആശുപത്രിക്കെതിരെ കടുത്ത ആരോപണമാണ് രോഗിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. 5.5 മണിക്കൂർ ഒരു വിധത്തിലുള്ള ചികിത്സയും ലഭിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ. മരിച്ചതിന് ശേഷമാണ് പരിശോധനകൾ പോലും നടത്താൻ തയ്യാറായതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, ഏറെ ഗുരുതരമായ ആരോപണമാണ് SK ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. രോഗി മരിച്ചതിലാണ് പരാതി. വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, വീണ്ടും ആരോഗ്യ കേരളത്തിന്റെ മോഡലിന് വിഘാതമാകുന്ന പ്രവൃത്തിയാണ് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ വർഷവും സമാനമായി ഇതുപോലെ ചികിത്സ കിട്ടാത്തതിന്റെ പേരിൽ 6.5 മണിക്കൂർ താമസിച്ച ചികിത്സ കിട്ടാത്തതിന്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ ഒരു യുവാവ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. സമാന സ്ഥിതിയിൽ ഇത് SK ഹോസ്പിറ്റലിലും 5.5 മണിക്കൂർ ചികിത്സ കിട്ടാത്തതിന്റെ പേരിൽ ഒരു യുവാവ് വീണ്ടും മരണപ്പെടുകയാണ്. അരുവിക്കര സ്വദേശിയായിട്ടുള്ള അഖിൽ മോഹനാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. അതായത് നിലവിൽ 3 ആശുപത്രികളിലാണ് അഖിൽ മോഹൻ ചികിത്സക്കായി എത്തിയത്. ഈ ജോലി സ്ഥലത്ത് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു അഖിൽ മോഹൻ. ശേഷമായിരുന്നു അവിടെ നിന്ന് ആദ്യം എത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. അവിടെ ICU യൂണിറ്റുകളും കിടക്കകളും ഇല്ലെന്ന് പറഞ്ഞ് അഖിൽ മോഹനെ അഞ്ജു, ഏറെ ഗുരുതരമായ ആരോപണം തന്നെയാണ്. അഞ്ജുവിലേക്ക് എത്താം. അതിനു മുമ്പ് ആശുപത്രിക്കെതിരെ കടുത്ത ആരോപണവുമായി രോഗിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. 5.5 മണിക്കൂർ ഒരു വിധത്തിലുള്ള ചികിത്സയും ലഭിച്ചില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത്. ബന്ധുക്കളുടെ വാക്കുകൾ കേൾക്കാം. രോഗിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. വൊമിറ്റിംഗ് ടെൻഡൻസി, വൊമിറ്റിംഗ് വരുന്നുണ്ട്, പിന്നെ ബോഡി ഷിവറിങ് വരുന്നുണ്ട്. ഒരു അല്ലാത്തൊരവസ്ഥയിലാണ്. ഈ ടൈമെല്ലാം ഞങ്ങൾ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ വേറെ കുഴപ്പമൊന്നുമില്ല, അതെന്തെങ്കിലും മരുന്നിൻ്റെ ഇഷ്യൂ ആവുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പയ്യനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ് തീരുന്നതിനിടയ്ക്ക് നിങ്ങളുടെ ഇങ്ങനെ നിന്ന ആൾ കിടന്ന ആൾ പെട്ടെന്ന് പിന്നെ നമ്മൾ നേരെ കണ്ടിട്ടില്ല പുള്ളി. അപ്പോൾ കണ്ണും തുറന്ന് വായും തുറന്ന് കിടക്കുകയാണ്. ഇതിനിടയ്ക്ക് അപ്പോഴാണ് അവർക്ക് ജീവൻ വെച്ചത്. അപ്പോൾ ഉടനെ വന്നു വെന്റിലേറ്റർ കൊണ്ടുവന്ന് വെച്ചു. അതുവരെ യാതൊരുവിധ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ അവർ ഒരു ചികിത്സയും കൊടുത്തു. ICU അല്ലായിരുന്നു, ഒന്നിലുമല്ല. ഈ എമർജൻസി ഓക്സിജൻ മാസ്ക് മാത്രമാണ് അവർ കൊടുത്തത്. എന്നിട്ട് ഇവിടെ പെട്ടെന്ന് തന്നെ മുകളിൽ കൊണ്ടുപോയി ICC യൂണിറ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ICC യൂണിറ്റിൽ കൊണ്ടുപോയി. ആ ടൈമിലാണ് കാർഡിയോയുടെ ഡോക്ടർ വരുന്നത്, രാജേഷ് എന്ന് പറഞ്ഞ ഡോക്ടർ വരുന്നത്. ഞങ്ങളെ റൂമിലേക്ക് റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ആൻറ്റിയോഗ്രാം ചെയ്യാൻ പോവുകയാണ്, അത് നോക്കിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ വീണ് കിടന്ന ടൈമിൽ ഞങ്ങൾ പറഞ്ഞു പുള്ളിക്ക് നമുക്ക് എന്തോ ഇഷ്യൂ ആണ്, നമുക്കറിയാം അവന് ജീവനില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ആൻറ്റിയോഗ്രാം ചെയ്തു. ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൻറ്റിയോഗ്രാം ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കുഴപ്പമില്ലെങ്കിൽ ആൻറ്റിയോഗ്രാമിൽ ഇഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യാം, അത് എക്കോ ചെയ്ത് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് സീറ്റ് ചെയ്യാൻ പറ്റും. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളിനെ ഞാൻ സീറ്റ് ചെയ്യാൻ പറയാം, പക്ഷേ എക്കോയും ചെയ്തിട്ടില്ല, റിപ്പോർട്ടിൽ എക്കോ ഇല്ല. ഇത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള ഒരു ഹിസ്റ്ററി പോലെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അഞ്ജു, ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥയെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ആൻജിയോഗ്രാം ചെയ്തു എന്നിട്ട് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് എത്രമാത്രം ഗുരുതരമാണ് ഈ ആരോപണങ്ങൾ? സ്വാതി, അതായത് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് ഈ മരണപ്പെട്ടതിന് ശേഷമാണ് ഇവർ ചികിത്സ, അതായത് മറ്റു പരിശോധനകൾക്ക് ഉൾപ്പെടെ തയ്യാറാവുന്നത്. അതുവരെ നിലവിൽ ഈ ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നപ്പോഴാണ് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. അതിനു മുൻപ് നടത്തുന്ന ഒരു പരിശോധനയാണ് ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ആ പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണം കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അത് ഇവരോടല്ല പറഞ്ഞത്, ഇവർക്ക് മുമ്പ് എത്തിയ ഒരു രോഗിയോട് പറയുന്നത് ഇവർ കേൾക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവരോട് ഇത്തരത്തിൽ യന്ത്രം തകരാറിലാണ് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു. 5.5 മണിക്കൂറിന് ശേഷം ബന്ധുക്കൾ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ പരിശോധനകളൊന്നും നടത്താത്തത് എന്താ എന്ന് ചോദിക്കുമ്പോൾ യാതൊരുവിധ കുഴപ്പവുമില്ല, അഖിൽ മോഹന് ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല എന്ന് പറഞ്ഞ് ബന്ധുക്കളെ ബോധ്യപ്പെടുത്താനാണ് ഡോക്ടർമാർ ശ്രമിച്ചത്. ശേഷമാണ് ഈ മരണം സംഭവിക്കുന്നത്. മരണത്തിന് ശേഷമാണ് ആശുപത്രി അധികൃതർ മറ്റ് പരിശോധനകൾ നടത്താമെന്ന് കുടുംബത്തോട് പറയുന്നത്. വീണ്ടും കുടുംബം പറയുന്നുണ്ട് അഖിൽ മോഹനെ ഇനി നിങ്ങൾക്ക് ജീവനോട് തിരിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇല്ല, മരിച്ചിരിക്കുന്നു എന്ന വിവരം പറയാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറാവുന്നത്. ആ ഒരു ഘട്ടം എത്തിയതിനാൽ തന്നെ ആശുപത്രിക്കെതിരെ ഗുരുതര
ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഈ ആരോപണം പരാതിയായിട്ട് പൂജപ്പുര സ്റ്റേഷനിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. SK ആശുപത്രിയിലും അധികൃതർക്കും ഡോക്ടർക്കും എതിരെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ ഇത്തരത്തിൽ മരണവിവരം ബന്ധുക്കൾ അറിയുന്നത്. സ്വാതി.